കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റിൽ നമുക്ക് LD ടൈപ്പിസ്റ്റിൻ്റെ സിലബസ് നോക്കാം. ഓക്കെ, LD ടൈപ്പിസ്റ്റ്. സോ തസ്തികയുടെ പേര് LD ടൈപ്പിസ്റ്റ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് നടത്തുന്നത്. കാറ്റഗറി നമ്പർ 45/2020. നമുക്ക് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് എന്താണ്? SSLC പാസ്സായിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവറിലും മലയാളം ലോവറിലുമുള്ള KGTE സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ടൈപ്പിംഗ് ലോവറും മലയാളം ടൈപ്പിംഗ് ലോവറും വേണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങോ തത്തുല്യ യോഗ്യതയോ വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ക്വാളിഫിക്കേഷനിൽ വരുന്നത്. അതുപോലെ പരീക്ഷാ രീതി എങ്ങനെയാണ്? ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള OMR മൂല്യനിർണ്ണയ പരീക്ഷയായിരിക്കും. ഒബ്ജക്റ്റീവ് രീതിയിലുള്ള OMR മൂല്യനിർണ്ണയ പരീക്ഷയാണ്. ചോദ്യങ്ങൾ 100 ചോദ്യം, ആകെ മാർക്ക് 100. അതായത് ഒരു ചോദ്യത്തിന് 1 മാർക്ക് വെച്ച് 100 ചോദ്യങ്ങൾ 100 മാർക്ക്. ഓക്കെ, പരീക്ഷാ സമയം വരുന്നത് 1 മണിക്കൂർ 15 മിനിറ്റ്. 1 മണിക്കൂർ 15 മിനിറ്റ് ആണ് പരീക്ഷാ സമയം. അതുപോലെ ഭാഷ പാർട്ട് 1, 2, 4, 6 ഈ 4 പാർട്സും മലയാളത്തിലായിരിക്കും പരീക്ഷ ഉണ്ടാവുക. അതുപോലെ പാർട്ട് 3ഉം 5ഉം ഓക്കെ, പാർട്ട് 3ഉം 5ഉം ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പാർട്ട് 1, 2, 4, 6 ഈ 4 ഭാഗങ്ങളും മലയാളത്തിലും അതുപോലെ പാർട്ട് 3ഉം 5ഉം ഇംഗ്ലീഷിലായിരിക്കും പരീക്ഷ ഉണ്ടാവുക. ഓക്കെ, ഇനി സിലബസിലേക്ക് വരുമ്പോൾ മെയിൻ ടോപ്പിക്സ് ഏതൊക്കെയാണ്? പാർട്ട് 1 പൊതുവിജ്ഞാനവും ആനുകാലികവും. ഓക്കെ, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. ജനറൽ നോളജ് GKയും കറണ്ട് അഫയേഴ്സ് മാത്രമാണ് പാർട്ട് 1 വരുന്നത്. അതുപോലെ പാർട്ട് 2 വരുന്നത് മാത്സ്, മെന്റൽ എബിലിറ്റി, റീസണിങ്. ഓക്കെ, ഗണിതവും മാനസിക ശേഷിയും യുക്തിചിന്തയുമാണ് പാർട്ട് 2 വരുന്നത്. ഇനി പാർട്ട് 3 എന്താണ്? ജനറൽ ഇംഗ്ലീഷ് ആണ് അല്ലേ? നമ്മൾ പറഞ്ഞു പാർട്ട് 3 ഇംഗ്ലീഷിലാണ് പേപ്പർ. ഏതാണ്? ജനറൽ ഇംഗ്ലീഷ് ആണ് പാർട്ട് 3 വരുന്നത്. ഇനി പാർട്ട് 4 വരുന്നത് മലയാളം, ഭാഷാഭിരുചി, വ്യാകരണം, വിവർത്തനം, അവധാരണം എന്നിവയാണ്. ഓക്കെ, മലയാളം ലാംഗ്വേജ് പ്രൊഫഷ്യൻസി, ഗ്രാമർ, ട്രാൻസ്ലേഷൻ, കോംപ്രഹെൻഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് 4 വരുന്നത്. മലയാളത്തിലാണ് പരീക്ഷ. ഇനി അടുത്തത് പാർട്ട് 5 വരുന്നത് ഇംഗ്ലീഷിലാണ് പരീക്ഷ. ഏതാണ്? സാങ്കേതിക യോഗ്യതകളെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ. ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ. ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വരുന്ന പേപ്പർ ഇംഗ്ലീഷിലായിരിക്കും എഴുതേണ്ടത്. ഓക്കെ, ഇനി ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അറിയുക, അതുപോലെ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവറും ഇംഗ്ലീഷ് ലോവറും അറിയാം. ഓക്കെ, ഇനി പാർട്ട് 6 വരുമ്പോൾ ക്ഷേത്ര കാര്യങ്ങൾ, ഹൈന്ദവ സംസ്കാരം, ആചാരാനുഷ്ഠാനങ്ങൾ, വിവിധ ദേവസ്വം ബോർഡുകൾ മുതലായവയെക്കുറിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും പാർട്ട് 6 ഉണ്ടാവുക. ഓക്കെ, ടെമ്പിൾ അഫയേഴ്സ് ആണ്. ഇനി പ്രധാന വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിശദമായ സിലബസ് എന്താണ്? പാർട്ട് 1. ആദ്യത്തെ പാർട്ട് 1 നമ്മൾ പറഞ്ഞു GKയും കറണ്ട് അഫയേഴ്സും ആണ് പാർട്ട് 1 വരുന്നതെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ പാർട്ട് 1 GKയിലും കറണ്ട് അഫയേഴ്സിലും ഏതൊക്കെ ടോപ്പിക്സ് ആണെന്നുള്ളത് നോക്കുക. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ കേരള റിലേറ്റഡ് ആയിട്ടും ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കറണ്ട് അഫയേഴ്സുകളും നിങ്ങൾ നോക്കുക. അതോടൊപ്പം തന്നെ എന്താണ് GKയിൽ ഏതൊക്കെയാണ് വരുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ അന്തർദേശീയ, ദേശീയ, പ്രാദേശിക തലങ്ങളിലെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, ശാസ്ത്ര സാങ്കേതിക, കലാ, കായിക, വിനോദ, സാഹിത്യ മേഖലകളിലെ പ്രധാന ആനുകാലിക സംഭവങ്ങൾ. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോൾ എല്ലാ മേഖലകളും വന്നിട്ടുണ്ട്. ഓക്കെ, അന്തർദേശീയം, ദേശീയം, പ്രാദേശികം. അപ്പോൾ വേൾഡായി, ഇന്ത്യയായി, കേരളയായി എല്ലാ രീതിയിൽ എല്ലാ തലത്തിലുമുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ, സാമ്പത്തിക സാമൂഹികമായ കാര്യങ്ങൾ, ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങൾ, കലാകായികം, വിനോദം, സാഹിത്യം. ഓക്കെ, ഇത്രയും മേഖലയിലുള്ള കറണ്ട് അഫയേഴ്സ് നോക്കുക. അതുപോലെ തന്നെ പ്രമുഖ വ്യക്തികളും സംഭവങ്ങളും, ബഹിരാകാശ പര്യവേഷണ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച പ്രധാന നേട്ടങ്ങൾ. ഓക്കെ, അത് ടെക്നോളജിക്കലായിട്ട് വരുമ്പോഴാണ് വരുന്നത്. കൂടുതൽ ഏതാണ്? ബഹിരാകാശ പര്യവേഷണം. അതുപോലെ തന്നെ പ്രമുഖ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ, സാരഥികൾ. ഇസ്രോ പോലുള്ള സ്ഥാപനങ്ങളും അതിൻ്റെ സാരഥികളും ആരൊക്കെയാണെന്നുള്ള ഭാഗവും വരുന്നുണ്ട്. പിന്നെ എന്താണ്? സാമൂഹ്യ, സാമ്പത്തിക, വ്യാവസായിക, വിവരവിനിമയ മേഖലയിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളും പ്രധാന വ്യക്തികളും. ഓക്കെ, സ്വാതന്ത്ര്യാനന്തരമാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാര്യങ്ങൾ, അതിനുശേഷമുള്ള സുപ്രധാനമായിട്ടുള്ള നേട്ടങ്ങൾ, അതിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ വരുന്നു. അതുപോലെ തന്നെ കായിക രംഗത്തെ ഇന്ത്യൻ കുതിപ്പ്.
കായിക രംഗത്തെ ഇന്ത്യൻ കുതിപ്പ്. അപ്പോൾ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒളിമ്പിക്സ്, അതുപോലെ തന്നെ മറ്റ് മത്സരങ്ങൾ ഒക്കെ, റെക്കോർഡുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെന്താണ് ജേതാക്കൾ, 2019 പ്രധാന കായിക മത്സരങ്ങൾ ജേതാക്കൾ, അതായത് ഇപ്പം നിലവിലെ എന്ന് പറയുമ്പോൾ 2024 പ്രധാന കായിക മത്സരങ്ങളും ജേതാക്കളും നോക്കുക, 2024-25. ഓക്കെ. പിന്നെ ദേശീയ പ്രാദേശിക രംഗത്തെ പ്രമുഖ സാഹിത്യകാരന്മാർ അവരുടെ രചനകൾ, കഥാപാത്രങ്ങൾ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ, അവാർഡ് ജേതാക്കൾ, കലാസാഹിത്യ ഭാഷാ പോഷണത്തിനായുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ, സാരഥികൾ. ഓക്കെ. അപ്പോൾ സാഹിത്യ മേഖല, സാമൂഹിക മേഖലയിലുള്ള എല്ലാ കാര്യങ്ങളും, അപരനാമങ്ങൾ, അവാർഡ് ജേതാക്കൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെന്താണ് ഇന്ത്യയിൽ വിശിഷ്യ കേരളത്തിൽ നടപ്പാക്കിയ ജനാധിപത്യ അധികാര വികേന്ദ്രീകരണം, അതുപോലെ ലക്ഷ്യവും പ്രയോജനങ്ങളും, ഗ്രാമീണ നഗര സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ മുനിസിപ്പാലിറ്റികൾ, ജില്ലാ ഗ്രാമപഞ്ചായത്തുകൾ, അവയുടെ ഘടന, അധികാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ. ഓക്കെ. അതായത് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ എന്താണ് സഹകരണ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതി, ഇപ്പോൾ വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹികം, സാമ്പത്തികം തുടങ്ങിയ മേഖലകൾ, അതിലെ സഹകരണ സ്ഥാപനങ്ങൾ, ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ഘടന, സാരഥികൾ, കൈവരിച്ച നേട്ടങ്ങൾ മുതലായവ. അതുപോലെ സംസ്ഥാന കോപ്പറേറ്റീവ് യൂണിയൻ. ഓക്കെ. കോപ്പറേറ്റീവ് യൂണിയൻ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതിൻ്റെ ആക്റ്റുകൾ, ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അങ്ങനെയുള്ളത്. ഓക്കെ. പല ആക്റ്റുകളും നോക്കുക, ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം നോക്കുക. അതുപോലെ എന്താണ് ഇന്ത്യയിലെ വിശിഷ്യ കേരളത്തിലെ സംരക്ഷിത പ്രദേശങ്ങൾ, പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, എന്താണ് ദേശീയോദ്യാനങ്ങൾ, അതുപോലെ വന്യജീവി സങ്കേതങ്ങൾ പോലുള്ള പ്രൊട്ടക്റ്റഡ് ഏരിയാസ് നോക്കുക. പിന്നെന്താണ് പദ്ധതികൾ, പുതിയ പദ്ധതികൾ, സൈലന്റ് വാലി പ്രസ്ഥാനങ്ങൾ തുടങ്ങിയിട്ടുള്ള പദ്ധതികൾ, അതുമായി ബന്ധപ്പെട്ട വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും സ്ഥാപനങ്ങളും എല്ലാം നോക്കുക. അതുപോലെ എന്താണ് ഇന്ത്യൻ ഭരണഘടന. ഓക്കെ. പൊളിറ്റിയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഭരണഘടന, ആമുഖം, മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശ തത്വങ്ങൾ, യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇവയിലെ പ്രധാന ഇനങ്ങൾ, ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഓക്കെ. സുപ്രധാന ഭരണഘടന ഭേദഗതികൾ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ. ഓക്കെ. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ബേസിക് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഭരണഘടനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെന്താണ് കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ, ഘടന, അധികാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, ഇലക്ഷൻ പരിഷ്കാരങ്ങൾ തുടങ്ങിയത്. പിന്നെന്താണ് സാമൂഹ്യ നന്മയും സുരക്ഷയും, സാമൂഹ്യ ഭദ്രതയും, സാമൂഹ്യ സാമ്പത്തിക വികസനത്തിനായുള്ള സുപ്രധാന കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ, കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും നിയമങ്ങൾ, അതുപോലെ സാമൂഹ്യ സുരക്ഷയ്ക്കും സാമ്പത്തിക ഉന്നമനത്തിനും വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, പുതിയ പുതിയ പോളിസീസ്, പദ്ധതികളും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും. ഓക്കെ. പിന്നെന്താണ് അഴിമതി നിരോധന നിയമങ്ങൾ. ഇപ്പോൾ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, കേന്ദ്ര സംസ്ഥാന അഴിമതി നിർമ്മാർജ്ജന സ്ഥാപനങ്ങൾ, അതുപോലെയുള്ള പല ബ്യൂറോകളും അവരുടെ അധികാരങ്ങളും അതുപോലെ തന്നെ എന്താണ് ഉത്തരവാദിത്തങ്ങളും എല്ലാം നോക്കുക. പിന്നെ സാമൂഹിക നീതി ദിനം, പ്രാധാന്യം, പ്രസക്തി, വിയന്ന പ്രഖ്യാപനം, കൊളോണിയൽ വിരുദ്ധ പോരാട്ടങ്ങൾ, സാമൂഹ്യ നീതിക്കായിട്ട് പോരാടിയ ദേശീയ നേതാക്കൾ, അന്തർദേശീയ നേതാക്കൾ പോലുള്ളവർ. അപ്പം ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെന്താ ആഗോളതാപനം, ഓസോൺ പാളികളുടെ ശോഷണം, കാരണങ്ങൾ, പ്രത്യാഘാതങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെന്താ റോഡ് സുരക്ഷാ നിയമങ്ങൾ, നടപടികൾ. ഓക്കെ. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ ഭൂപ്രകൃതി, കാലാവസ്ഥ, നദികൾ, കായലുകൾ, മണ്ണിനങ്ങൾ, സസ്യജന്തുജാലങ്ങൾ, ഗതാഗതം, വാർത്താവിനിമയം, വ്യവസായം. ഓക്കെ. ഇത്തരം കാര്യങ്ങൾ കേരള ജോഗ്രഫി എന്ന്. അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ, പ്രാചീന കേരളം, മധ്യകാല കേരളം, അടിസ്ഥാന വിവരങ്ങൾ. ഓക്കെ. ചരിത്രം വരുന്നുണ്ട്. അതുപോലെ ആധുനിക കേരള ചരിത്രം, യൂറോപ്യന്മാരുടെ വരവ്, ബ്രിട്ടീഷ്, അതുപോലുള്ള കാര്യങ്ങൾ, ആറ്റിങ്ങൽ കലാപം, വേലുത്തമ്പി, പാലിയത്തച്ഛൻ വരെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്താണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം. ഓക്കെ. ദേശീയ പ്രസ്ഥാനം, അതുപോലെ ഐക്യ കേരളം, സംസ്ഥാന രൂപീകരണം. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് 1 വരുന്നത്. ഓക്കെ. ഇനി പാർട്ട് 2 എന്താണ് മാത്തമാറ്റിക്സ്, മെന്റൽ എബിലിറ്റി ആൻഡ് ടെസ്റ്റ് ഓഫ് റീസണിങ് ആണ് അല്ലേ. അപ്പോൾ ഗണിതവും മാനസിക ശേഷിയും യുക്തിചിന്തയും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്താണ് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, റേഷ്യോ ഓഫ് 2 മെഷേഴ്സ്, 3 മെഷേഴ്സ്, ഡയറക്റ്റ് പ്രപ്പോർഷൻ, ഇൻവേഴ്സ് പ്രപ്പോർഷൻ. ഓക്കെ. പിന്നെന്താ ശ്രേണികൾ, ഗണിത ശ്രേണികൾ, ശതമാനം, പലിശ, പിന്നെന്താ ശരാശരി, ഭിന്നസംഖ്യകൾ. ഓക്കെ. അതുമായി ബന്ധപ്പെട്ട എല്ലാ ക്രിയകളും. ഓക്കെ. ലാഭം, നഷ്ടം, ജാമിതീയ രൂപങ്ങളുടെ പരപ്പളവും വ്യാപ്തവും, സമയവും ദൂരവും, ദിശാബോധം, കലണ്ടർ, അനുക്രമങ്ങൾ, സാധ്യതകളുടെ ഗണിതം.
ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് പ്രോബബിലിറ്റി വരെ. ഇത്തരം കാര്യങ്ങളാണ് മാത്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, മാത്സും റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇനി പാർട്ട് 3ലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ എന്തൊക്കെയാണുള്ളത്? ടെസ്റ്റിംഗ് സ്കിൽസ് ഓഫ് കോംപ്രഹെൻഷൻ വരുന്നു. അതുപോലെ എന്താണ്? ടെസ്റ്റിംഗ് എലമെന്റ്സ് ഓഫ് ലാംഗ്വേജ്, വൊക്കാബുലറി ഉണ്ട്, ആന്റോണിം, സിനോണിംസ്, ചേഞ്ച് ഓഫ് ജെൻഡർ, വേർഡ്സ് ഓഫൻ കൺഫ്യൂസ്ഡ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സ്പെല്ലിംഗ് ടെസ്റ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വൊക്കാബുലറി എന്ന് വന്നിട്ടുള്ളത്. ഗ്രാമറിൽ എന്തൊക്കെയാണ്? ടെൻസിന്റെ കറക്റ്റ് യൂസ്, കോമൺ എറേഴ്സ്, ദെൻ കോൺവേർട്ട്, സബ്ജക്ട് വെർബ് അഗ്രിമെന്റ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസസ്, പ്രിപ്പോസിഷൻ, പാസിവൈസേഷൻ, റിപ്പോർട്ടിംഗ്. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ, ക്വസ്റ്റ്യൻ ടാഗ്, മോഡൽ ഓക്സിലറീസ്, degrees of comparison, error identification or spelling, adjectives, direct and indirect speech, commonly used phrasal verbs and idioms. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇംഗ്ലീഷ് ഗ്രാമറിൽ നിന്നുള്ളത്. ഓക്കെ, അതാണ് പാർട്ട് 3. ഇനി പാർട്ട് 4 എന്താണ്? മലയാളത്തിലേക്ക് വരുമ്പോൾ ഭാഷാഭിരുചി, വ്യാകരണം, വിവർത്തനം. ഓക്കെ, വാക്യത്തിൻ്റെ അന്വയം, പൊരുത്തം, വ്യാകരണ വ്യവസ്ഥകൾ എന്നിവ പാലിച്ചും ദോഷങ്ങൾ ഒഴിവാക്കിയും വാക്യങ്ങൾ രചിക്കാനും മെച്ചപ്പെടുത്താനുമുള്ള ശേഷി. ഓക്കെ, അതുപോലെ എന്താണ്? ലിംഗം, പുരുഷൻ, വിഭക്തി, നാമപദങ്ങളുടെ സ്വരൂപം, നാമത്തോട് ചേരുന്ന പ്രത്യയങ്ങൾ, അവ മൂലമുണ്ടാകുന്ന അർത്ഥഭേദം. ഓക്കെ, പിന്നെന്താണ്? കാലം, പ്രകാരം, അനുപ്രയോഗം തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ ടെൻസ്, മൂഡ്, ഓക്സിലറി, നോളജ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് വേർബ്സ്. പിന്നെന്താണ്? വിശേഷണ പദങ്ങൾ, അവയുടെ ധർമ്മം, പ്രയോഗം തുടങ്ങിയവയിലുള്ള ധാരണ. ഓക്കെ, പിന്നെന്താണ്? പദനിഷ്പാദനം, ശൈലി, പ്രയോഗങ്ങൾ, വിവർത്തനം. ഓക്കെ, പിന്നെ അവധാരണത്തിലേക്ക് വരുമ്പോൾ ഗദ്യമുണ്ട്. വ്യത്യസ്ത വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഗദ്യഭാഗങ്ങൾ വായിച്ച് ആശയം ഗ്രഹിക്കുന്നതിനുള്ള ശേഷി. അതുപോലെ എന്താണ്? പദ്യത്തിലേക്ക് വരുമ്പോൾ സാമാന്യ നിലവാരത്തിലുള്ള 10ാം ക്ലാസ്സിൽ വരുന്ന പദ്യഭാഗങ്ങൾ വായിച്ച് ആശയം ഗ്രഹിക്കുന്നതിനുള്ള ശേഷി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മലയാളത്തിൽ വരുന്നത്, പാർട്ട് 4 മലയാളത്തിൽ വരുന്നത്. ഇനി പാർട്ട് 5ലേക്ക് വരുമ്പോൾ എന്താണ്? സാങ്കേതിക യോഗ്യതകളെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ്. ഇതിലെന്താ വരിക? കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസിക്സ്, വേർഡ് മെനു, ടൂൾ ബോക്സ് ഓർ റിബൺ, ഡോക്യുമെന്റ് ക്രിയേഷൻ, എഡിറ്റിംഗ്, സേവിങ്, ഓപ്പണിംഗ്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ടെക്സ്റ്റ് ഡയറക്ഷൻ, അലൈൻ ടെക്സ്റ്റ്, ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ്സ്, പാരഗ്രാഫ് ഫോർമാറ്റിംഗ്, അപ്ലൈയിങ് സ്റ്റൈൽസ്, ഹെഡർ ആൻഡ് ഫൂട്ടർ, bullets and numbering, borders and shading, okay, margins, orientation, paper size, inserting section, break, printing, multiple copies. Okay, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ എല്ലാ ടോപ്പിക്സും കറക്റ്റായിട്ട് ഓരോ ടോപ്പിക്സ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ടോപ്പിക്ക് പോലും വിട്ടുപോകാതെ എല്ലാം പഠിക്കാം. ഓക്കെ, പിന്നെ പാർട്ട് 5ലേക്ക് വരുമ്പോൾ ടൈപ്പ് റൈറ്റിംഗ്, ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലോവർ ആണ് പാർട്ട് 5 വരുന്നത്. ഓക്കെ, ഇതിലേക്ക് വരുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കറസ്പോണ്ടൻസ് ആൻഡ് ഇറ്റ്സ് ഫോർമാറ്റ്സ്. ഓക്കെ, ടാബുലർ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എന്താണ്? ടൈപ്പ് റൈറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് മലയാളം ലോവറും ഇംഗ്ലീഷ് ലോവറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് 5 ഉണ്ടാവുക. പിന്നെന്താണ്? പാർട്ട് 5 ആണ് കേട്ടോ ടൈപ്പിംഗ് വരുന്നത്. ഇനി പാർട്ട് 6ലേക്ക് വരുമ്പോൾ എന്താണ്? ക്ഷേത്ര ആചാരങ്ങൾ അല്ലേ, ദേവസ്വം ബോർഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് ക്ഷേത്രാചാരങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കാണ്. സോ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നും വരുന്നത് കേരളത്തിൻ്റെ ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന ക്ഷേത്ര ഉത്സവങ്ങൾ. ഓക്കെ, ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, അവയുടെ സാമൂഹിക പ്രസക്തി, പ്രാധാന്യം, കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ, അവയുടെ പ്രത്യേകതകൾ, സവിശേഷതകൾ, പിന്നെന്താണ്? കേരള ക്ഷേത്ര വാസ്തുശൈലി, അനുഷ്ഠാന വാദ്യകലകൾ, വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, മതഗ്രന്ഥങ്ങൾ, ഓക്കെ, തത്വചിന്തകർ, സാമൂഹിക പരിഷ്കർത്താക്കൾ, ഭക്തിപ്രസ്ഥാനം, ആവിർഭാവം, ഭക്തിപ്രധാന നായകർ, ഓക്കെ, ആവിർഭാവം, നിലവിലെ ശ്രേണി ക്രമീകരണവും ക്ഷേത്ര ഭരണവും, കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്, ആവിർഭാവം, കടമകളും ഉത്തരവാദിത്തങ്ങളും, ഭരണശ്രേണി ക്രമീകരണവും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് പാർട്ട് 5 ക്ഷേത്ര കാര്യങ്ങൾ, ഹൈന്ദവ സംസ്കാരം, ആചാരാനുഷ്ഠാനങ്ങളായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെ 6 ഭാഗങ്ങളായിട്ടാണ് നമുക്ക് പരീക്ഷ വരുന്നത്. അതിൽ OMR ആണ്. 100 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 100 ചോദ്യങ്ങൾക്കായിട്ട് 100 മാർക്ക്. ഒരു ചോദ്യത്തിന് 1 മാർക്ക് എന്ന നിലയിൽ 100 ചോദ്യം 100 മാർക്കായിട്ടാണ് എക്സാം നടക്കുന്നത്. ഓക്കെ, സോ 6 ഭാഗമാണെന്ന് ഓർക്കുക. അതിൽ 3ാമത്തെ ഭാഗവും 5ാമത്തെ ഭാഗവും ഇംഗ്ലീഷിലാണ്. ബാക്കിയുള്ള 1, 2, 4, 6 ഈ 4 ഭാഗങ്ങൾ മലയാളത്തിലുമായിരിക്കും പരീക്ഷ ഉണ്ടാവുക. ഓക്കെ, സോ സിലബസ് നന്നായി മനസ്സിലാക്കുക. ഓരോ ടോപ്പിക്സും വിട്ടുപോകാതെ ഓരോന്നിനും നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, സോ എല്ലാവർക്കും വിജയാശംസകൾ നേരെയാണ്. ഇതുപോലെ മറ്റൊരു സെഷനായിട്ട് നമുക്ക്
അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.